ബ്രദേഴ്സ് ഹോം. എന്താണ് ബ്രദേഴ്സ് ഹോം? 1980കളിൽ സൗത്ത് കൊറിയയിൽ രൂപീകരിക്കപ്പെട്ട 36 വെൽഫെയർ ക്യാമ്പുകളിൽ ഒന്നാണ് ബ്രദേഴ്സ് ഹോം. 1988 ഒളിമ്പിക്സിന് ആദ്യം വഹിക്കാനിരിക്കെ രാജ്യത്തെ റീബ്രാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം വെൽഫെയർ ക്യാമ്പുകൾക്ക് രൂപം നൽകിയത്. അനാഥരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസവും തൊഴിലിനാവശ്യമായ പരിശീലനവും നൽകുക എന്നതായിരുന്നു ഇത്തരം ക്യാമ്പുകളുടെ ലക്ഷ്യം. എന്നാൽ പാർക്കിംഗ് ക്വീൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്ന ബ്രദേഴ്സ് ഹോം അതിക്രമങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഒരു കേന്ദ്രമായി തന്നെ മാറി. നിർബന്ധിത തൊഴിലും ശാരീരിക ചൂഷണങ്ങളും ഇവിടെ നടന്നുപോയി. സ്ക്വിഡ് ഗെയിമും ബ്രദേഴ്സ് ഹോം തമ്മിലുള്ള ചില സാമ്യതകൾ ഇവയൊക്കെയാണ്. ഒന്ന്, നിർബന്ധിത തടവും തട്ടിക്കൊണ്ടുപോകലും. മയക്കുമരുന്ന് നൽകിയാണ് സ്ക്വിഡ് ഗെയിമിൽ ആളുകളെ എത്തിച്ചിരുന്നത്. എന്നാൽ ബ്രദേഴ്സ് ഹോമിൽ യാതൊരു വിശദീകരണങ്ങളുമില്ലാതെ തെരുവിൽ നിന്നും പിടിച്ചുകൊണ്ടുപോവുകയും. രണ്ടാമതായി, സ്ക്വിഡ് ഗെയിമിലെയും ബ്രദേഴ്സ് ഹോമിലെയും കളിക്കാർ ഇവരെല്ലാവരും തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്നവരായിരുന്നു. അതിൽ അനാഥ കുട്ടികളും ഭവനരഹിതരും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. മൂന്നാമതായി, ഗെയിംസ്. സ്ക്വിഡ് ഗെയിമിന്റെ അവസാനം പരാജയപ്പെടുന്നവർക്ക് ശിക്ഷ മരണമായിരുന്നു. ബ്രദേഴ്സ് ഹോമിലും ശിക്ഷയായി നൽകിയിരുന്നത് മാരകമായ ഗെയിംസ് ആയിരുന്നു. ഇതിന്റെയും അവസാനം മരണം തന്നെയായിരുന്നു. നാലാമതായി, യൂണിഫോമും നമ്പറുകളും. സ്ക്വിഡ് ഗെയിമിലെയും ബ്രദേഴ്സ് ഹോമിലെയും തടവുകാർക്ക് അഥവാ ഗെയിമേഴ്സിനെ നീല നിറത്തിലുള്ള സ്യൂട്ടുകളും വെള്ള നിറത്തിലുള്ള ഷൂസുകളും റബ്ബർ ഷൂസുകളും നൽകിയിരുന്നു. കൂടാതെ നമ്പറുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവരെ തിരിച്ചറിഞ്ഞിരുന്നത്.